ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വായ്നാറ്റം അകറ്റാനുള്ള ചില പൊടിക്കൈകളും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കാരണങ്ങളും ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വായ്നാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. രാവിലെ തന്നെ നമ്മൾ നന്നായി ബ്രഷ് ചെയ്തിട്ടും അതേപോലെ തന്നെ മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ടൊന്നും വായ്നാറ്റം മാറുന്നില്ല എന്ന പരാതി പലർക്കും ഉണ്ട്. ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം പോലും പൂർണ്ണമായി തകർക്കുന്ന ഒന്നാണ് ഈ വായ്നാറ്റം എന്ന് പറയുന്നത്. ഈ വായ്നാറ്റം കാരണം തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ വായ്നാറ്റം ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലരിലും പലതാണ്. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള വായ്നാറ്റം അനുഭവപ്പെടുന്നവർ നമുക്കിടയിൽ ഉണ്ടായില്ല. പിന്നെ ഉറങ്ങുമ്പോൾ ഉമിനീരിൻ്റെ പ്രവർത്തനം കുറയുകയും അതുകൊണ്ട് തന്നെ വായിലെ കീടാണുക്കളുടെ പ്രവർത്തനം കൂടുകയും ചെയ്യും. ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ദുർഗന്ധം വമിക്കാനുള്ള കാരണം. ഭക്ഷണത്തിന് ശേഷം ശരിയായ സമയത്ത് വായ വൃത്തിയാക്കിയില്ലെങ്കിലും നമുക്ക് വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വായിലിരുന്ന് കീടാണുബാധ ഉണ്ടാക്കുകയും ഇത് വായ്നാറ്റത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വായിലോ മറ്റെന്തെങ്കിലും ശരീരഭാഗത്തോ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ കൊണ്ട് നമുക്ക് വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. അതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദന്തക്ഷയം, മോണയിലുണ്ടാകുന്ന പഴുപ്പ്, മോണവീക്കം, നാവിലുണ്ടാകുന്ന പൂപ്പൽ, മറ്റ് രോഗങ്ങൾ എന്നിവയൊക്കെ വായ്നാറ്റത്തിന് കാരണമാകാറുണ്ട്. മറ്റ് അസുഖങ്ങൾ മൂലവും നമുക്ക് വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. അതായത് മൂക്കിലും തൊണ്ടയിലും ഉണ്ടാകുന്ന വിവിധ രോഗങ്ങൾ കൊണ്ട് വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. അതായത് ശ്വാസകോശ രോഗങ്ങൾ, ശബ്ദനാളത്തിലെ അണുബാധ, അതുപോലെ ശബ്ദനാളത്തിലെ ക്യാൻസർ, അതുപോലെ തന്നെ മൂക്കിലുള്ള പഴുപ്പ് കൊണ്ടൊക്കെ നമുക്ക് വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. അതുപോലെ ഉദര സംബന്ധമായ രോഗങ്ങൾ മൂലവും പഴുപ്പ്, ഗ്യാസ് ട്രബിൾ, ഹേർണിയ എന്നീ രോഗാവസ്ഥകൾ മൂലം നമുക്ക് വായ്നാറ്റം വരും. കരൾ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ എന്നിവ കൊണ്ടെല്ലാം വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. അപൂർവം സാഹചര്യങ്ങളിൽ ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും ഈ ഒരു സംഭവം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വായ്നാറ്റത്തിന് മാറാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെ നമ്മൾ നന്നായി പല്ല് തേക്കുക എന്നുള്ളതാണ്. വായ്നാറ്റമുള്ളവർ ആദ്യം ചെയ്യേണ്ടത് അതാണ്. ദിവസവും 2 നേരവും നന്നായി ബ്രഷ് ചെയ്യുക. ആവശ്യമെങ്കിൽ ഓരോ ഭക്ഷണശേഷവും പല്ലുകൾ വൃത്തിയാക്കുന്നതും വളരെ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഇൻ്റർഡെൻ്റൽ ബ്രഷ് ഉപയോഗിച്ചും പല്ലുകൾക്കിടയിലുള്ള അഴുക്ക് നീക്കം ചെയ്യാം. പല്ല് തേക്കുന്ന സമയത്ത് തന്നെ നാവ് വൃത്തിയാക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ വിപണിയിലുള്ള ടൂത്ത് ബ്രഷുകളുടെ പിന്നാമ്പാകത്ത് എല്ലാത്തിലും നാവ് വൃത്തിയാക്കാനുള്ള സൗകര്യമുണ്ട്. അതില്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ടങ് ക്ലീനർ ഉപയോഗിക്കാവുന്നതാണ്. നാവിലെ രസമുളകൾ സംഭവിക്കുന്നതിനാൽ സ്റ്റീൽ ടങ് ക്ലീനർ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടി വരും. മോണരോഗമോ മോണവീക്കമോ പൂപ്പലോ മറ്റ് ദന്തരോഗങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വായ്നാറ്റം വളരെ രൂക്ഷമായിരിക്കും. വായ്നാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് രോഗങ്ങൾക്ക് ഉടനടി നമ്മൾ ചികിത്സ തേടേണ്ടതാണ്. അതുപോലെ തന്നെ മരുന്നുകൾ മൂലം വായ്നാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞതിന് ശേഷം ആ മരുന്ന് മാറ്റി വാങ്ങേണ്ടതാണ്. പിന്നെ മറ്റൊന്നാണ് ഉള്ളി, വെളുത്തുള്ളി എന്നിവയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന വായ്നാറ്റം. അത് കഴിയുന്നത് ഒഴിവാക്കുക. അതേപോലെ മദ്യപാനം, പുകവലി ഇതൊക്കെ കൊണ്ട് വായ്നാറ്റം ഉണ്ടാവും. ഇനി നമുക്ക് വായ്നാറ്റം അകറ്റാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളത് ഹോം റെമഡി നോക്കാം. ദിവസവും 2 നേരം വൃത്തിയായി പല്ല് തേക്കുകയും നാവ് വടിക്കുകയും ചെയ്യുന്നത് വായ്നാറ്റത്തെ പടിക്ക് പുറത്ത് നിർത്താൻ നമുക്ക് ഒരു പരിധിവരെ സഹായിക്കും. അതുപോലെ തന്നെ വായ്നാറ്റം അകറ്റാൻ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾക്ക് ഇനി അത് പ്രതിരോധിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വെള്ളം. അതായത് വായ ഉണങ്ങിയിരിക്കുന്നത് വായ്നാറ്റം രൂക്ഷമാകാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ വായ്നാറ്റം ഉള്ളവർ വായ ഉണങ്ങിപ്പോകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ ധാരാളം വെള്ളം കുടിക്കുക. വായിലെ ജലാംശം നഷ്ടപ്പെടുത്തുന്ന പുകവലി പോലുള്ള ശീലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ അടുത്തത് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ സ്ഥിരമായി കുടിക്കുന്നത് വായ്നാറ്റത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച മാർഗ്ഗത്തിലൊന്നാണ്. അതുപോലെ തന്നെ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ വായ്നാറ്റത്തിന് കാരണമാകുന്ന സൾഫർ കോമ്പൗണ്ടുകളെ ഇല്ലാതാക്കാനും സഹായിക്കും. പിന്നെ മറ്റൊന്നാണ് ച്യൂയിംഗം. മധുരം കഴിക്കുന്നത് ഇടയ്ക്ക് ച്യൂയിംഗം ചവക്കുന്നത് വായ്നാറ്റം ഇല്ലാതാക്കാനും സഹായിക്കും. ഷുഗർ ഫ്രീ ച്യൂയിംഗം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ച്യൂയിംഗം ചവക്കുന്നത് വായിൽ ഉമിനീരിൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. പഴവർഗ്ഗങ്ങൾ ഏതെങ്കിലും ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുന്നത് വായ്നാറ്റം അകറ്റാൻ സഹായിക്കും. വായ്നാറ്റം അകറ്റാൻ ഏറ്റവും അധികം സഹായിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ പെരിഞ്ജീരകം അല്ലെങ്കിൽ നമ്മൾ ചെറിയ ജീരകം ആയാലും മതി. ആഹാരത്തിന് ശേഷം കുറച്ച് പെരിഞ്ജീരകം എടുത്ത് വെറുതെ ചവയ്ക്കുക. പെരിഞ്ജീരകത്തിന് വായ്നാറ്റത്തിന് കാരണമാകുന്ന കീടാണുകളെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതുപോലെ വായിലുള്ള ഉമിനീര് അധികം ഉൽപ്പാദിപ്പിക്കുകയും പെരിഞ്ജീരകത്തിന് കഴിയും. പിന്നാണ് പെരിഞ്ജീരകത്തിന് പകരം ജീരകം വായിലിട്ട് ചവയ്ക്കുന്നത് സമാന ഫലം തന്നെ തരുന്നതാണ്. അതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാലും മതി. പിന്നെ അടുത്തതാണ് ഗ്രാമ്പു. ഭക്ഷണത്തിന് രുചിയും മണവും നൽകാൻ ചേർക്കുന്ന പ്രധാന ചേരുവയാണ് ഗ്രാമ്പു. അതേപോലെ പല്ലുവേദനയ്ക്ക് നമ്മൾ ഗ്രാമ്പു ഉപയോഗിക്കാറുണ്ട്. ഇന്ന് വിപണിയിലുള്ള പല ടൂത്ത് പേസ്റ്റുകളിലും പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഗ്രാമ്പു തന്നെയാണ്. കാരണം വായ്നാറ്റം അകറ്റാനുള്ള ഗ്രാമ്പുവിൻ്റെ കഴിവ് എടുത്തു പറയാനുള്ളതാണ്. വായ്നാറ്റം കൂടുതലുള്ളവർ ഒരു കഷ്ണം ഗ്രാമ്പു വെറുതെ വായിലിട്ട് ചവച്ചാൽ മതി, നിങ്ങളെ വായ്നാറ്റം മാറിക്കിട്ടും. പിന്നെ അടുത്തത് കറുവപ്പട്ട.
കറുവപ്പട്ട. വായ്ക്കകത്ത് ദുർഗന്ധമുണ്ടാക്കുന്ന ബാക്ടീരിയ പ്രതിരോധിച്ച് വായ്നാറ്റം ഇല്ലാതാക്കാൻ കറുവപ്പട്ടയ്ക്ക് വളരെ നല്ലൊരു കഴിവുണ്ട്. കറുവപ്പട്ട വെറുതെ വായിലിട്ട് ചവയ്ക്കുകയോ ചായയിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വായ്നാറ്റത്തെ ഇല്ലാണ്ടാക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കവിള് കൊള്ളുന്നത് നല്ലതാണ്. പിന്നെ ഏലക്ക, ഭക്ഷണശേഷം 1-2 ഏലക്ക വായിലിട്ട് ചവക്കുന്നത്, അതുപോലെ തന്നെ തിളപ്പിച്ച ചായ, തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓറഞ്ചും ചെറുനാരങ്ങയും. ഈ ഗണത്തിൽപ്പെടുന്ന പഴങ്ങൾ കഴിക്കുന്നത് മൂലം അവ ഉമിനീർ ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുകയും ഉമിനീർ ഇതിൻ്റെ ഉൽപ്പാദനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. വായിൽ അടിഞ്ഞുകൂടുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ അവസാനത്തെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മല്ലിയില. അമിത വായ്നാറ്റം ഉള്ളവർ മല്ലിയില ചവയ്ക്കുന്നത് നല്ലതാണ്. ഇത് വായ്നാറ്റം കുറയ്ക്കുകയും മല്ലിയില ഉപ്പ് ചേർത്ത് ചൂടാക്കി കഴിക്കുന്നത് വായ്നാറ്റം ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വായ്നാറ്റം ഇല്ലാണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് പുറത്തെല്ലാം പോകുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളവർ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് വളരെ ഫലപ്രദമായ കാര്യമാണ്. പിന്നെ കഴിയുന്നതും വായ്നാറ്റം ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്ത് നിൽക്കുക. പിന്നെ ഉണ്ടായാൽ തന്നെ വീട്ടിലുള്ള ഈ ഒരു ചേരുവകൾ വെച്ച് അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.